അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു മിനിറ്റ് ഞാൻ ഓരോന്ന് ചെയ്യട്ടെ. ഞാൻ ചെയ്യേണ്ടതാണ് അപ്പൊ ആദ്യം ക്ഷമാപണത്തോട് കണ്ടു ക്ഷമാപണം നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യാം. കിടന്നോട്ടെ. ഇന്നലെന്തോ പച്ചക്ക് വിഴിഞ്ഞതാ ഇന്നലെ. ഒരു ഗ്യാപ്പിനൊക്കെ നടക്കും. അതില്ല ഓടിയോക്കെ ഇത് കുറവല്ലേ വേണ്ട വേണ്ട സ്റ്റാർട്ട് ചെയ്തൂടെ? എന്തൊരു കേട്ടോ സ്നേഹം എനിക്ക് വേണ്ടമാരെ അല്ലേ? അത് നമുക്കൊരു കൂട്ടിയല്ലേ, അല്ലാണ്ട് ഇതിനൊക്കെ എന്താണ് അടിയൊന്നും കുറഞ്ഞ പോലെ ഉണ്ടല്ലോ. അടിയൊന്നും കുറഞ്ഞല്ലേ? തെരഞ്ഞെടുപ്പുകളൊന്നും പറഞ്ഞില്ല. വണ്ണം തുറക്കാനും വെയിറ്റ് കുറക്കാനും അതൊന്ന് റെക്കോർഡുണ്ടേ 89 ഇപ്പൊ കുറഞ്ഞതാണ്. 94 ഉണ്ടായിരുന്നു. പിന്നെ നടന്നുകൊണ്ട് മാത്രമൊന്നും വെയിറ്റ് ഇഞ്ചി വെള്ളം രാവിലെ കഴിച്ചാൽ നിങ്ങളുടെ വണ്ണം കുറയും, നിങ്ങളുടെ വെയിറ്റ് കുറയും, നിങ്ങൾക്ക് ശരീരത്തിൻ്റെ അസിഡിറ്റി ഉണ്ടാവില്ല. അതൊരു വലിയ ഔഷധമാണ്. കുമ്പളങ്ങ നീര് പച്ചക്കുമ്പളങ്ങ അത് രണ്ടും കൂടെ മിക്സാക്കി രാവിലെ ഒന്നേറ്റ് കുറുമ്പായിട്ട് വെയിറ്റും കുറയും, വണ്ണവും കുറയും, വയറ് വളരെ ക്ലീൻ. ടേസ്റ്റ് കുറച്ച് കടുപ്പുകൊണ്ട് കുടിക്കാം. അത് പിന്നെ പ്രത്യേകമല്ല, കുടിക്കാൻ സാധിക്കണം. ആയുർവേദ മരുന്ന് കുടിക്കാൻ സാധിക്കും. അപ്പൊ മനോരമ വന്നില്ലേ? ഓൾറെഡി ഓപ്പൺ. ഈ വെയിറ്റ് കുറഞ്ഞില്ലെന്ന് പറയാൻ കഴിയുമ്പോൾ മുട്ടിന്റെ പ്രശ്നം ഞാൻ നിൽക്കില്ല, എപ്പോഴും ഇരിക്കില്ല. അത് തന്നെ ഏറ്റവും വലിയ അനാരോഗ്യം. ഏറെ സമയം ഇരിക്കുന്നത് ഇറ്റ് ഈസ് സംതിങ് റോങ്. ഓക്കെ സ്റ്റാർട്ട് ആയിക്കൂടെ? ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. don't consider. One second. Yes, no consider. Okay, please check. ഇന്നിപ്പോ നിങ്ങൾ എന്തിനാണ്
Speed light, yes. Okay, thank you. അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഇന്ന് രാവിലെ നിങ്ങൾ മടങ്ങിപ്പോണ്ടി വന്നതിന് എനിക്ക് അതിയായ ദുഃഖവും പ്രയാസവും ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സമയം തരാതിരുന്നത് ഇന്ന് രാവിലെ ഞാൻ അത്രമാത്രം എത്തിയിരുന്നത് സ്വന്തം കാര്യത്തിൽ അതേ ആഴ്ചകളായി തിരിഞ്ഞു നോക്കാത്ത എൻ്റെ ഒരുപാട് കാര്യങ്ങൾ കാലിക്കട്ടിൽ നിന്ന് വന്നൊരു എഞ്ചിനീയറാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അയാളുടെ തീർന്നിട്ട് അയാളുടെ 11:12 മണിക്ക് പോയിട്ട് വന്നത്. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ തിരക്കുള്ളത് കൊണ്ടാണ് വരാൻ വൈകിയത്. അല്ല പക്ഷെ അതൊന്നും പറഞ്ഞാൽ മതി. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ആക്കി വിജയനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആക്കി വരുന്നത് അതിന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു സംഭവം. ഞാൻ ലൈവ് സ്റ്റാർട്ട് ആയി. ആയില്ലേ ഓക്കെ അല്ലേ കിട്ടിയോ? ഞാൻ ഏതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കിട്ടിയോ? ഓക്കെ 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 സാർ റെഡി സ്റ്റാർട്ടാക്കാം. കിട്ടിയോ? കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസിന് നല്ലൊരു പെർഫോമൻസ് അല്ല. കോൺഗ്രസിന് നേതൃത്വം നൽകുന്ന KPCC പ്രസിഡന്റ് മാറണോ ആ സ്ഥാനത്ത് നിങ്ങളുടെ സ്ഥാനത്ത്? ഞാൻ KPCC പ്രസിഡന്റിനെ ഒന്നും ഞാൻ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താനില്ല. പാർട്ടിയുടെ ഇതുവരെയുള്ള പാർട്ടിയുടെ സംഘടനാ മെക്കാനിസം വളരെ മോശമാണ്. അത് അടിമുതൽ മുടിവരി ഒളിച്ചെഴുതി. ഞാൻ നേരത്തെ വർഷങ്ങളായി ഞാൻ ഈ പാർട്ടിയിൽ ആവശ്യപ്പെടുന്ന ഒരാവശ്യമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ്. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരുടെ വികാരത്തിന് അനുസൃതമായ നേതൃത്വം പാർട്ടി കൊണ്ടു നടക്കണമെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കണം. ഇന്ത്യക്ക് ജനാധിപത്യം കൊടുത്തൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല എന്ന് പറയുന്നത് വിധിവൈപരീത്യം എന്നേ ഞാനതിനെ വിശേഷിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ പാർട്ടിയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. അണികളുടെ, പ്രവർത്തകരുടെ, പൊതുജനങ്ങളുടെ വിശ്വാസമുള്ള നേതാക്കളാണ് നേതൃരംഗത്ത് കടന്നു വന്നാൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടൂ. അടിവരയിട്ട് ഞാൻ പറയുന്നു. നിലവിലിപ്പോൾ ഒരു വലിയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, ജംബോ കമ്മിറ്റി. ആ കമ്മിറ്റിക്കകത്ത് നിന്നും ഒരു റിസൾട്ടും അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു 2% നേതാക്കന്മാർ അതിനകത്തുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പാർട്ടിയോടും പ്രവർത്തകരോടും അക്കൗണ്ടബിലിറ്റി ഉള്ള നേതൃത്വം. ആ നേതൃത്വത്തിന്റെ അപര്യാപ്തതയാണ് ആ നേതൃത്വപരമായ പങ്ക് നടത്താത്തത് കൊണ്ടാണ് ഈ തിരിച്ചടി. നമ്മൾ ഓർക്കേണ്ടുന്നത് കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനമാണ്. ആ ബഹുജന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം ഏറെയുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അവിടെ സംഘടനാ മെക്കാനിസം അശക്തമാണ്. സംഘടനാ മെക്കാനിസം എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ മാത്രം കെട്ടുറപ്പുള്ളതല്ല. നമ്മൾ മത്സരിക്കുന്നത് കേഡർ പാർട്ടികളോടാണ്. CPM ആയാലും BJP ആയാലും കേഡർ പാർട്ടികളാണ്. കോൺഗ്രസിന് അഭിമുഖീകരിക്കുന്ന 2 രാഷ്ട്രീയ എതിരാളികൾ CPM-ഉം BJP-യുമാണ്. അവരെ എതിരിടാനുള്ള ഒരു സംഘടനാ ശേഷിയും സംഘടനാ ശൈലിയും സംഘടനാ പ്രവർത്തനവും കോൺഗ്രസിന്റെ ഭാഗത്തില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അപജയത്തിന്റെ ഏറ്റവും വലിയ കാര്യം. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇവിടെ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ വായിക്കുന്ന ജനം, വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജനം ഏതാണ്ട് ഒരു 40-45% ആണ്. ബാക്കി 60% സാധാരണക്കാരെ കറന്റ് പൊളിറ്റിക്സ് അവരെ അവെയർ ചെയ്യണമെങ്കിൽ സംഘടനാ മെക്കാനിസത്തിന്റെ നിതാന്തമായ പ്രവർത്തനം അനിവാര്യമാണ്. അങ്ങനെ ഒരു പ്രവർത്തനം ഇല്ലാത്തിടത്തോളം ഞാനിപ്പോൾ പറയുന്നു, ഇടതുപക്ഷം നേടിയ ഈ വിജയം ഇടതുപക്ഷത്തിന്റെ അപജയത്തെ മൂടിവെക്കാൻ അവരുടെ സംഘടനാ മെക്കാനിസം ഉപയോഗിച്ച് അപമാനത്തിന്റെ ചണിക്കൊണ്ട് നിൽക്കുന്ന ഒരു സർക്കാരിന്റെ ദോഷങ്ങളും കുറ്റങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ UDF-ന് സാധിച്ചില്ല എന്നുള്ളതാണ് LDF-ന്റെ വിജയത്തിന്റെയും UDF-ന്റെ പരാജയത്തിന്റെയും അടിസ്ഥാന കാരണം. വസ്തുത ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. വസ്തുതകൾ ജനങ്ങളെ അറിയിക്കണം. ആ അറിയിക്കാനുള്ള സാഹചര്യം അനുസരിച്ച് സാഹചര്യം ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന്റെയോ UDF-ന്റെയോ സംഘടനാ ഭീഷണിക്ക് സാധിച്ചില്ല എന്ന് തന്നെയാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. നമ്പർ 2, കോവിഡ് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിനിയോഗിച്ചൊരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ്. കോവിഡിന്റെ കാലം ഇപ്പോൾ 9-10 ഒരു മാസം, ഏതാണ്ട് ഒരു വർഷമായി. ഏതാണ്ട് 10 മാസക്കാലത്തോളം സർക്കാരിന്റെ വിവിധമായ ആനുകൂല്യങ്ങൾ എല്ലാ വീടുകളിലും കൊടുത്തിട്ടുണ്ട്. ആ കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടവർ മുഴുവൻ വളണ്ടിയർമാരാണ്, സെലക്ട് ചെയ്ത വളണ്ടിയർമാർ.
ജില്ലാ ഭരണകൂടം സെലക്ട് ചെയ്ത വളണ്ടിയർമാരാണ്. ആ വളണ്ടിയർമാരിൽ UDF അനുഭാവികൾക്ക് വളണ്ടിയർ കാർഡ് കിട്ടിയിട്ടില്ല. കണ്ണൂരിൽ കിട്ടിയിട്ടില്ല, കോഴിക്കോട് കിട്ടിയിട്ടില്ല, വയനാട് കിട്ടിയിട്ടില്ല, കാസർഗോഡ് കിട്ടിയിട്ടില്ല. ഇത് ഞാൻ വെരിഫൈ ചെയ്തതാണ്. ഇവിടെയൊന്നും കോൺഗ്രസിന്റെയോ UDFന്റെയോ പ്രവർത്തകന്മാർക്ക് വളണ്ടിയർ കാർഡ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സർക്കാരിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും വീടുകളിൽ നേരിട്ടെത്തിച്ചത് ഈ മാസങ്ങൾ അത്രയും ഇടതുപക്ഷത്തിന്റെ DYFIയുടെ ചെറുപ്പക്കാരാണ്. അവരാണ് വീടുകളിൽ പോകുന്നതും സാധനം കൊടുക്കുന്നതും. അത് ഗവൺമെന്റ് തരുന്നതാണ് എന്ന് പറഞ്ഞല്ല അവർ കൊടുക്കുന്നത്, അവരുടെ പാർട്ടി കൊടുക്കുന്നു എന്ന ഭാവേനയാണ് മിക്ക വീടുകളിലും ഈ സാധനം കൊടുക്കുന്നത്. അപ്പോൾ ആപൽ കാലത്ത് ഞങ്ങളെ സഹായിക്കാൻ ഇവരെ ഉണ്ടായുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ അളവോടുള്ള വീടുകളിൽ അഭിപ്രായം ഉണ്ടാക്കാൻ ഈ കിറ്റ് വിതരണം കൊണ്ടും ഈ സഹായധന വിതരണം കൊണ്ടും അവർക്ക് സാധിച്ചു. എന്നാൽ കോൺഗ്രസിന്റെ 10 പ്രവർത്തകന്മാരെ എവിടെയും കണ്ടിട്ടില്ല അവർ. കാരണം അവർക്ക് വളണ്ടിയർ കാർഡ് കിട്ടിയിട്ടില്ല. ഓരോ ജില്ലയിലെയും കളക്ടർമാർ രാഷ്ട്രീയം കളിച്ചു. ആ രാഷ്ട്രീയം മേലെ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷക്കാർക്ക് വളണ്ടിയർ കാർഡ് കിട്ടിയുള്ളൂ, UDFക്കാർക്ക് വളണ്ടിയർ കാർഡ് കിട്ടിയില്ല. അതുകൊണ്ട് UDFന്റെ വളണ്ടിയർമാർ വീടുകളിലേക്ക് പോകാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. LDFന്റെ ആളുകൾക്ക് അവസരം നൽകിയപ്പോൾ അവർ ജനങ്ങളുമായി അടുത്തു. 6-7 മാസത്തെ ബന്ധമാണെന്ന് ഓർക്കണം. 6-7 അല്ല, 7-8 മാസത്തെ ബന്ധമാണ്. ആ 7-8 മാസത്തെ ബന്ധം ദൈനംദിനം ഈ സാധനങ്ങൾ കൊടുക്കുകയും വീടുകളുമായി ബന്ധപ്പെടുകയും അവരെ സഹായിക്കുകയും ചെയ്തതൊക്കെ വളണ്ടിയർമാർ ഇടതുപക്ഷത്തിന്റെ വളണ്ടിയർമാരാകുമ്പോൾ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്ക് ആ പാർട്ടിയോടോ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളോടോ ആഭിമുഖ്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഒരു വലിയ കാര്യം ഇടതുപക്ഷത്തിന്റെ ഈ ഭരണരംഗത്തെ ദയനീയമായ പരാജയം ജനമനസ്സിലെത്തിക്കാനുള്ള അവസരം വിനിയോഗിക്കാൻ UDFന് സാധിച്ചില്ല. ഇടതുപക്ഷം അത് ഈ കോവിഡിന്റെ സഹായ വിതരണത്തോടു കൂടി അവർക്കത് ചെയ്യാൻ സാധിച്ചു എന്നതാണ് അതിന്റെ മെച്ചം. അതാണ് രാഷ്ട്രീയത്തിലുണ്ടായിരിക്കുന്ന ഈ തിരിച്ചടിയുടെ ഏറ്റവും വലിയ മൂലകാരണം. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം UDF നേതാക്കന്മാര് ടെലിവിഷനിലും മാധ്യമങ്ങളിലും മാത്രം പ്രവർത്തിക്കുന്നവരാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളില്ല എന്നാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള അവസരം കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ. ആ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ അവസരം ഇടതുപക്ഷം ഭംഗിയായി ഉപയോഗിച്ചു. അതിന് ഭരണകൂടം അതിന് കൂട്ടുനിന്നു. ജില്ലാ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥന്മാരും അവർക്ക് അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് മാത്രം പോകാനും കാണാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ജില്ലാ ഭരണകൂടമാണ്. അവിടെ പോകാൻ കോൺഗ്രസുകാർക്ക് സാധിക്കില്ല. വളണ്ടിയർ കാർഡില്ലാത്ത നമ്മുടെ 2-3 എനിക്കറിയാം, കണ്ണൂരിൽ അങ്ങനെ പോയ UDFന്റെ അനുഭാവികളായ 2-3 കുട്ടികളുടെ വണ്ടി അടക്കം പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഞാൻ ഇടപെട്ടാണ് വണ്ടി ഇറക്കി കൊടുത്തത്. അവർക്ക് കാർഡില്ലായിരുന്നു. കാർഡുള്ളവർ ഇടതുപക്ഷക്കാരാണ്. അതിന്റെ അവസരം അവർ ഉപയോഗപ്പെടുത്തി. ഏറ്റവും ഭംഗിയായ അവർ അവസരം ഉപയോഗപ്പെടുത്തി. മൂന്നാമതൊരു കാര്യം, അന്വേഷിക്കേണ്ടുന്ന കാര്യമാണ് നിങ്ങൾ മുമ്പിൽ ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് 2015 വോട്ടർ പട്ടിക അടിസ്ഥാന വോട്ടർ പട്ടികയായി കണ്ടു എന്നതിനെ കുറിച്ചൊരു അന്വേഷണം അധികാരി ഈ വോട്ടർമാർക്ക് ഇടയിലേക്ക് ഇറങ്ങിയ കാര്യം പറഞ്ഞു. താങ്കളെ ജില്ലയിൽ ഭംഗിയായി എല്ലാം നിർവഹിച്ചു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ മറ്റുള്ള നേതാക്കൾ അവരുടെ മണ്ഡലങ്ങളിൽ വിജയിച്ചിട്ടുണ്ടോ? അതായത് പ്രവർത്തനങ്ങളിൽ അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നേതൃത്വപരമായ വീഴ്ചകളുണ്ട്. നേതൃത്വപരമായ വീഴ്ചകളും നേതൃത്വത്തിന്റെ സന്ദർഭോചിതവും സംയോജിതവുമായ ഇടപെടലും നമ്മുടെ UDFന്റെ ഭാഗത്ത് നിന്ന് വളരെ പരിമിതമായേ ഉണ്ടായുള്ളൂ. നേരത്തെ പറഞ്ഞു. MLA ഇലക്ഷൻ അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷനിലേക്ക് നീങ്ങുകയാണ്. ഈ KPCC പ്രസിഡന്റുമായി ഈ ഇലക്ഷനിലേക്ക് നീങ്ങിയാൽ കോൺഗ്രസ് വിജയിക്കും. അല്ല, അതൊക്കെ AICC തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. ഞാനത് അത്തരം വിഷയങ്ങൾ പത്രത്തിൽ പറയുന്നതിൻ്റെ അകത്ത് യുക്തിയില്ല. നിങ്ങളോട് ചോദിച്ചതിന്റെ ബുദ്ധിമുട്ടില്ല. അതൊക്കെ പാർട്ടിക്കകത്ത് പറയാം, എനിക്ക് മാധ്യമങ്ങളിൽ പറഞ്ഞുകൂടാ, പറയാൻ പറ്റില്ല. അതുകൊണ്ട് KPCC പ്രസിഡന്റ് മാറണ്ടയോ എന്ന് AICC അതിനെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയ്ക്ക് ഞാനിതിൻ്റെ ഉത്തരം കൊടുക്കും എന്നല്ലാതെ ഞാനതിന് പബ്ലിക്കായി എവിടെയും പറയുന്നില്ല. ഐ ഡോണ്ട് ബ്ലെയിം KPCC പ്രസിഡന്റ്, ഐദർ KPCC പ്രസിഡന്റ് ഓർ ഓപ്പോസിഷൻ ലീഡർ. ഞാൻ ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യാനില്ല. അവരുടെ ബൂത്തുകളിൽ എന്തുകൊണ്ടാണ് തോറ്റത്? അത് നിങ്ങൾ അവരോട് ചോദിക്കണം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയുന്നത്? അവർക്ക് ജനപിന്തുണ ഇല്ലാത്ത അതൊക്കെ നിങ്ങൾ അവിടെ പോയി ചോദിക്കുക. അതിലൊന്നും നിങ്ങൾ എന്നെ വലിച്ചിട്ട് എന്നെ വിവാദ പുരുഷനാണ്. ഞാൻ വലയൊന്നും ഞാൻ പോയില്ല. അതാ പറഞ്ഞത്, പൊളിച്ചെഴുത്ത് വേണം. അസംബ്ലി ഇലക്ഷന് മുമ്പ് സംഘടനാ രംഗത്ത് സമൂലമായ പൊളിച്ചെഴുത്ത് നടത്തി പ്രവർത്തകരിൽ സ്വാധീനമുള്ള ജനങ്ങളിൽ സ്വാധീനമുള്ള ഒരു നേതാവ്, ഞങ്ങളുടെ കോൺഗ്രസിന്റെ ഒരു മുഖമാണ് ഒരു നേതാവ്.
ഒരു DCC പ്രസിഡന്റ് ആ ജില്ലയിലെ കോൺഗ്രസിന്റെ മുഖാണ്, ഒരു KPCC സെക്രട്ടറി ആ പ്രദേശത്ത് ഒരു പാർട്ടിയുടെ മുഖാണ്. അപ്പോൾ ജനവിശ്വാസവും ജനങ്ങളുടെ അംഗീകാരവുമുള്ള നേതാക്കന്മാരാവണം നേതൃരംഗത്ത്. താങ്കൾ ഇന്നലെ ഒരു മാധ്യമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതാത് സ്ഥലങ്ങളിൽ പാർട്ടിയെ വിജയിപ്പിക്കാൻ പറ്റാത്തവരെ അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കാത്തവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താ നിലപാട് മാറുന്നത്? അല്ല, മാറിയിട്ടൊന്നുമില്ലല്ലോ. അത് തന്നെയാണ് ഇപ്പോൾ ആ സംശയത്തിന്റെ കാര്യത്തിൽ പ്രവർത്തകന്മാർ അംഗീകരിക്കാത്തവരല്ലേ അത്? ഇതെല്ലാം പറയുമ്പോഴേ ഇപ്പൊ മലയോര മേഖലകൾ കണ്ണൂർ കോർപ്പറേഷനിൽ നടത്തിയ ഒരു വർക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്നത് മലയോര മേഖലയിൽ നടത്താൻ കഴിയാത്തതും അവിടെയുള്ള 6 പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടപ്പെടുകയും കഴിഞ്ഞ തവണ നിസ്സാര വോട്ടിൽ നഷ്ടപ്പെട്ടവരെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല ഈ പറയുമ്പോഴത്തെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വീടുകളിൽ ഗൃഹസന്ദർശനം നടത്താൻ അവസരം കിട്ടിയ ഇടതുപക്ഷത്തിന്റെ സൗകര്യവുമായി കമ്പയർ ചെയ്താൽ മലയോര പ്രദേശത്ത് പരാജയത്തിന്റെ തോത് വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. മലയോര പ്രദേശത്ത് കോൺഗ്രസിന്റെ ഒരു ശക്തമായ ബെൽറ്റ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആ ബെൽറ്റിനും വിള്ളൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ വിള്ളൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വ്യക്തിപരമായ ബന്ധം ഉപയോഗിക്കാൻ ഇടതുപക്ഷത്തിന് അവസരമുണ്ടാക്കി കൊടുത്തു ഭരണകൂടവും ജില്ലാ ഭരണാധികാരികളും. അത് കോവിഡ് വളരെ ഭദ്രമായി വളരെ നന്നായി കോവിഡിന്റെ അവസരം ദുരന്തം അവർ ഉപയോഗപ്പെടുത്തി. ആ കോവിഡിന്റെ ദുരന്തം ഉപയോഗപ്പെടുത്തിയതാണ് ഈ ജനമനസ്സിലേക്ക് ഇടതുപക്ഷത്തിന് ഒരു സ്ഥാനം കിട്ടിയത്. അതേ സ്ഥാനത്ത് ഈ ഇടതുപക്ഷത്തിന്റെ കുറ്റങ്ങളും കുറവുകളും പറയാനുള്ള അവസരം UDF-ന് കിട്ടിയില്ല. ഇപ്രാവശ്യം കോവിഡിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഒരു വീട്ടിൽ കയറി നിന്ന് രാഷ്ട്രീയം പറയാൻ സാധിക്കുമോ? അകത്ത് കോലായിൽ കയറ്റാതെ മുറ്റത്തുനിന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. അപ്പൊ രാഷ്ട്രീയമേറെ പറയാൻ സാധിച്ചിട്ടില്ല. ഇടതുപക്ഷ 4.5 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിന്റെ ദുർഭരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല. ഞങ്ങൾക്ക് ജനങ്ങളുമായി സംസാരിക്കാനും സംവാദം നടത്താനും അവസരമില്ല. ഞങ്ങൾ ഈ പറയുന്ന അഴിമതി നടത്തിയതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തതും കള്ളക്കടത്ത് നടത്തിയതും അവിഹിതമായ ഒരുപാട് സംഭവങ്ങൾ ഭരണരംഗത്തുണ്ടായതും ഇന്ത്യ രാജ്യത്തെ എല്ലാ ഏജൻസികളും ഒരേ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന്റെ ഇടത്താവളമാക്കിയതുമൊന്നും കുടുംബങ്ങളോട് പറയാൻ, വീടുകളിൽ പറയാൻ നമുക്ക് രാഷ്ട്രീയമായ അവസരം കിട്ടിയില്ല. അതൊരു സത്യമല്ലേ? നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ തോന്നില്ലേ? ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? അവിടെ സംസാരിക്കാൻ പറ്റുമോ? ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതിന് അവസരമില്ല. നമുക്കത് കിട്ടിയിട്ടില്ല. ചാനലുകൾ നോക്കുന്നവരല്ല, പത്രം വായിക്കുന്നവരല്ല. ചാനലും പത്രം വായിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാം. പക്ഷേ മറ്റേവർക്ക് ഇത്രയും വരും. 60% ആളുകൾക്ക് അത് അറിയില്ല. അപ്പൊ അവരുടെ മുമ്പിൽ പിണറായി വിജയന്റെ പ്രസംഗവും വൈകുന്നേരത്തെ 6 മണിയുടെ അദ്ദേഹത്തിന്റെ പ്രസംഗവും, ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതൊന്നും അവർ കേൾക്കുകയോ വിലയിരുത്തുകയോ അതിനുള്ള അവസരമോ അവർക്ക് കിട്ടുന്നില്ല. ഭൂരിഭാഗം ആളുകളെ മനസ്സിലകത്ത് ഇടതുപക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പം മറ്റൊന്നാണ്. ആ സങ്കല്പത്തിന്റെ പുറത്ത് ഒരു റോങ് ഡിസിഷനാണ്, അല്ലെങ്കിൽ റോങ് റിസൾട്ടാണ് ഈ വന്നിരിക്കുന്ന റിസൾട്ട് എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ നഗ്നമായ ഇടതുപക്ഷ സർക്കാരിനെ തുറന്നു കാണിക്കാൻ ഇനിയുള്ള അവസരം വിനിയോഗിക്കാൻ കോൺഗ്രസിനും UDF-നും സാധിച്ചാൽ സ്വാഭാവികമായും അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മാറും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം. നിങ്ങൾ ഓർക്കേണ്ടത് ഇതുപോലെ മുമ്പുണ്ടായിരുന്നു, ഇതേപോലത്തെ അവസരം നമുക്ക് മുമ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എത്രയാ 87 അത് കഴിഞ്ഞ് 91 കഴിഞ്ഞാണ് പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നത്. 5 കൊല്ലം അവർ നായനാർ ഗവൺമെന്റ്. ആ നായനാർ ഗവൺമെന്റിന്റെ ദൂഷ്യങ്ങളൊന്നും പറയാൻ നമുക്ക് അന്ന് ആദ്യം അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ 91 തെരഞ്ഞെടുപ്പ് വന്നപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 91 ശേഷമുള്ള പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ 100 സീറ്റ് വാങ്ങി UDF തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം പ്രചരണ രംഗത്ത് ആ പോരായ്മ നികത്തി നമ്മൾ മുമ്പോട്ട് പോകാൻ സാധിച്ചു എന്നതാണ് അന്നത്തെ ആ റിസൾട്ടിന്റെ അടിസ്ഥാന ഘടകം. തെരഞ്ഞെടുപ്പ് KPCC അധ്യക്ഷനാക്കി മാറ്റിക്കൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ സജ്ജമാകണം എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശക്തമായി. അതിലൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. അതൊക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. എന്റെ പേര് പലവട്ടം വരികയും പോവുകയും ചെയ്തതാണ്. ഞാൻ അതിനകത്ത് പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല. ആരുടെയും കാല് പിടിച്ചോ മറ്റോ ഞാൻ പോയി KPCC പ്രസിഡന്റ് ആവാൻ എനിക്ക് താല്പര്യമില്ല. KPCC പ്രസിഡന്റ് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് ആലോചിക്കുന്ന വിഷയം പോലും ഉള്ളൂ. അല്ലാതെ KPCC പ്രസിഡന്റ് പദവിയൊന്നും എന്റെ മുമ്പിൽ വെച്ചുമല്ല. ഞാൻ അത് കണ്ടിട്ട് പോകാനോ ആരെങ്കിലും ബന്ധപ്പെടാനൊന്നും ഞാനില്ല. അത് AICC തീരുമാനിക്കട്ടെ, ആര് വേണം ആര് വേണ്ട. അത് ഇവിടുത്തെ ജനമനസ് അറിഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കാൻ AICCക്ക് സാധിക്കണമെന്നതാണ് അതിനകത്തുള്ള എന്റെ അഭിപ്രായം. എന്റെ പലവട്ടം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അഭിപ്രായം ഇതാണ്. പാർട്ടി പ്രവർത്തകരുടെ ഒപ്പീനിയൻ അത് കേന്ദ്രം ചെയ്യും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന മാത്രമേ ഞാൻ ഇപ്പോഴും പ്രതികരിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അതേ ഞാൻ പ്രതികരിക്കുന്നുള്ളൂ. മാണി കോൺഗ്രസിനെ തിരിച്ചുവിട്ടത് തെറ്റാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞാൻ ജോസ് മാണിയെ പുറത്താക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത വന്നപ്പോൾ നല്ല പത്രമാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരാളാണ് ഞാൻ. തെറ്റായിപ്പോയി, അത് ശരിയല്ല, അവരെ പിരിച്ചവരെ ഇതിൽ നിന്ന് വിടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാലും ഈ മുന്നണി സംവിധാനത്തിന്റെ ആദ്യം മുതൽ ഇതിന്റെ ഒരു പില്ലറായിരുന്നു കെ.മാണി. അത് വേറെ കാര്യം. പി ജെ ജോസഫിനെ നിങ്ങൾ തള്ളി പറയുന്നത്, പി ജെ ജോസഫിനെ തള്ളി പറയാണ്ട് മാണി സാറെ അംഗീകരിച്ചൂടെ? മുൻകൈ എടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലല്ലോ. ഞാൻ പറയേണ്ട പാർട്ടിയുടെ വേദിക്കകത്ത് ഞാൻ അഭിപ്രായം വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോസ് മാണിയെ പുറത്താക്കരുത്, ഒഴിവാക്കരുത്, അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോഴും അഭിപ്രായം തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് നിശ്ചയമായും ജോസ് കെ മാണി തിരിച്ചു വരുമെങ്കിൽ തിരിച്ചു വരാനുള്ള ചർച്ചകൾ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അഴിച്ചുപണി വേണമെന്ന് പറഞ്ഞത് മാധ്യമങ്ങൾക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് യു.ഡി.എഫ് കൺവീനറിനെ കുറിച്ച് കെ.പി.സി പ്രസിഡന്റ് നല്ല അഭിപ്രായമല്ല ഉള്ളത്. അത് ആ അഭിപ്രായം നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി. ആ അഭിപ്രായം തന്നെ കൊണ്ട് പറയും. ഈ അഴിച്ചുപണി വേണമെന്നുള്ളത് ഹൈക്കമാൻഡിന് അങ്ങ് ആവശ്യപ്പെട്ടതാണ്. വീണ്ടും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ അഴിച്ചുപണി ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡിനെ ഞാൻ കാണും. ആ വിഷയത്തിന്റെ ഈ ഒരു ഇത്തരം ഒരു റിസൾട്ടിന്റെ അല്ലെങ്കിൽ ഈ അപജയത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ ഹൈക്കമാൻഡുമായി ഞാൻ സംസാരിക്കും. ഇന്നലെ KPCCയുടെ മീറ്റിംഗ് ഉണ്ട്, 3 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗിൽ ഞാൻ ഈ അഭിപ്രായം പറയും. ഒരു കൊല്ലം മുന്നേ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് അതിഗംഭീരമായി വിജയിച്ചെടുത്താണ് ഇപ്പോൾ ഇത്രയും വലിയ പുറകോട്ട് പോകുന്നത്. അപ്പോൾ ഈ പരാജയത്തിന്റെ ആൾക്കാർ നമ്മൾ അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എത്രമാത്രം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രചരണത്തിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കലാണ് രാഷ്ട്രീയ തത്വം. നമുക്കത് സാധിച്ചിട്ടില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രചരണത്തിലൂടെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പോലും, സത്യസന്ധമായ കാര്യങ്ങൾ പോലും ജനങ്ങളെ ബോധിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല, UDF-ന് സാധിച്ചില്ല. ഞാനത് അംഗീകരിക്കുന്നു. അതിനകത്ത് കണ്ണൂരിലും എല്ലാ സ്ഥലത്തും സാധിച്ചൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലായിടത്തും എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം കണ്ണൂരിലെ പാർട്ടി മിഷനറികൾക്കും തുരുമ്പെടുത്ത മിഷനറികളുണ്ട്. അവിടെയൊന്നും ആ പ്രചരണം നടത്തിയിട്ടില്ല. പ്രചരണം നടത്തിയെടുത്ത റിസൾട്ട് ഉണ്ട്, ആളുകളെ ബോധ്യപ്പെടുത്തിയെടുത്ത റിസൾട്ടുകളുണ്ട്. അപ്പം നമുക്കത് സാധിച്ചില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ പരാജയം. വരുന്ന അസംബ്ലി ആകുമ്പോഴത്തേക്ക് ഞങ്ങളത് ചെയ്യും, നമ്മളത് തിരുത്തും, മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ പ്രചരണ രംഗത്ത് കടന്നു വരും. അതിനുള്ള സംവിധാനത്തെക്കുറിച്ച് പാർട്ടി ആലോചിക്കും. എമർജൻസിയായി ഇന്ന് യോഗം വെച്ചത് അതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനാണ്. ആ ചർച്ചയിൽ വളരെ ക്രിയേറ്റീവായി ഞങ്ങളൊക്കെ പ്രതികരിക്കും. ഈ നേതൃത്വത്തെ കൊണ്ടാണ് നടക്കും തോന്നുന്നുണ്ടോ? ഇങ്ങനെ തന്നെ പോയാൽ വീണ്ടും പരാജയമായിരിക്കും. ഈ നേതൃത്വത്തെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ നേതൃത്വത്തെ കൊണ്ടും സാധിക്കും. മനസ്സ് വെച്ച് താഴെത്തട്ടിലെ കുറ്റമറ്റ രീതിയിൽ ഓർഗനൈസർ ഉണ്ടാക്കാൻ നേതൃത്വത്തിന് സാധിച്ചെങ്കിൽ ഈ നേതൃത്വത്തെ കൊണ്ടും ഇത് സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വെൽഫെയർ പാർട്ടി പറയുന്നത് ഈ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുള്ള ഈ ആശയം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. പ്രത്യേകിച്ച് മുല്ലപ്പള്ളിയിലൊക്കെ അഭിപ്രായ പ്രകടനം വളരെ തിരിച്ചടിയായി അവർ പരസ്യമായി പറഞ്ഞു. അതൊക്കെ ഒരു കോമൺ ഇഷ്യൂസിന്റെ അകത്ത് പാർട്ടിക്കകത്ത് വന്ന അഭിപ്രായ വ്യത്യാസം, അതൊക്കെ പലരിലും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. പലയിടത്തും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ആ ആശയക്കുഴപ്പമുണ്ടാക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ആശയക്കുഴപ്പം ഉണ്ടായി. ഇനിയിപ്പോൾ ഉണ്ടായത് മായ്ക്കാൻ കഴിയല്ലോ. ഉണ്ടായത് തന്നെ. അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് സത്യമാണ്. വേറെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. 2 ദിവസം കൊണ്ടുണ്ടാവും. ഈ RMP-യുമായുള്ളത് RMP ആയിട്ടുണ്ടായതിനകത്തൊന്നും ഒരു തർക്കമൊന്നുമില്ല. RMP-ക്ക് കൊടുത്ത ഒരു സീറ്റിനെ കുറിച്ചാണ് തർക്കം. അത് ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ തന്നെ നേരിട്ട് വന്ന് അദ്ദേഹം അത് മധ്യസ്ഥമായി തീർത്തിട്ടാണ് അദ്ദേഹം പോയത്. ഈ വെൽഫെയർ പാർട്ടിക്ക് ജില്ലാ പഞ്ചായത്ത് സീറ്റ് അടക്കം നൽകിയത് ഒരു തെറ്റായ തീരുമാനമായി പോയി എന്ന് ഇപ്പോൾ തോന്നുന്നു. അങ്ങനെ ഒരു സഖ്യമൊന്നുമില്ലല്ലോ. ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതിലെന്തൊരു തെറ്റ് വന്നിരിക്കുന്നത്? തെറ്റ് കാണുന്നവർക്ക് തെറ്റ് കാണാം, ശരി കാണുന്നവർക്ക് ശരി കാണാം. അതിന് പ്ലസ്സും ഉണ്ട്, മൈനസും ഉണ്ട്. മൈനസ് ഉള്ളത് തെറ്റാന്ന് പറയും, പ്ലസ് ഉള്ളതാണ് നോട്ടാന്ന് പറയും. ഈ കണ്ണൂരിൽ എല്ലാ തീരുമാനങ്ങൾക്കും 2 മുഖമുണ്ട്. അത് നോക്കുന്ന ആളുടെ വീക്ഷണത്തിനനുസരിച്ചാണ് ശരിയും തെറ്റും. നിങ്ങൾക്ക് ശരിയാണ്, എനിക്ക് തെറ്റായിരിക്കാം. എന്റെ തെറ്റ് നിങ്ങൾക്ക് ശരിയായിരിക്കാം. ഇടതുമുന്നണി SDP ആയിട്ട് പരസ്യമായി സഖ്യം ഉണ്ടാക്കിയാലൊന്നും ന്യായീകരണമില്ലല്ലോ. നമ്മുടെ തൊട്ട് മുളപ്പള്ളിനാട് പഞ്ചായത്തിൽ ശ്രീ പിണറായി വിജയന്റെ നിയോജക മണ്ഡലത്തിലല്ലേ SDP ആയിട്ട് പരസ്യമായി സഖ്യം ഉണ്ടാക്കിയത്? SDP-യേക്കാൾ മോശമാണോ ഈ വെൽഫെയർ പാർട്ടി? കേരളത്തില് RSS കഴിഞ്ഞാൽ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനമാണ് SDP-ഐ. SDP-യോടൊപ്പം കൂട്ടുചേരാൻ CPI-ക്ക് മതിയില്ലല്ലോ. അവർ കൂട്ടുകൂടാത്ത വർഗീയ പ്രസ്ഥാനം കേരളത്തിൽ ഏതാ? മദനീന്റെ പാർട്ടിയായിട്ട് അവർ സഖ്യം ഉണ്ടാക്കിയിട്ടില്ലേ? അവർ സഖ്യം ഉണ്ടാക്കാത്ത ആളാരാ? RSS-മായി അവർ സഖ്യം ഉണ്ടാക്കിയിട്ടില്ലേ? എവിടെയാണ് സഖ്യം ഉണ്ടാക്കാത്ത? ഏത് വർഗീയ പ്രസ്ഥാന ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ CPM സഖ്യം ഉണ്ടാക്കാത്ത വർഗീയ ശക്തികൾ ഏതാ? ഒന്ന് പറയട്ടെ.
ആണത്തമുണ്ടെങ്കിൽ CPI നേതാക്കന്മാർ പറ, ഞങ്ങൾ ഇന്ന് വർഗീയ പ്രസ്ഥാനമായിട്ട് ഞങ്ങൾ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിൽ എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളുമായി അവസരത്തിനൊത്ത് സഖ്യം ഉണ്ടാക്കിയവരാ CPM. ഞങ്ങൾ ഉണ്ടാക്കിയ ഈ നേരിയ അണ്ടർസ്റ്റാൻഡിങ് സഖ്യമില്ല. ഇവിടെ നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവാം. ഒരു പൊതു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർ രണ്ടുപേരും സഹായിച്ചിട്ടുണ്ടാവാം. അതിനപ്പുറത്ത് ഒരിക്കലും സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. ആരുമായിട്ടും സഖ്യം ഉണ്ടാകാത്ത ഞങ്ങൾ വിമർശിക്കുന്നതിൽ എന്താ പറയുന്നത്? പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഒരു ചർച്ച കോൺഗ്രസിൽ നടന്നില്ലേ? അത് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാൻ സഖ്യം സത്യത്തിൽ ഒരു ആഴത്തിലുള്ള ചർച്ച നടന്നില്ല. അതൊരു സത്യമാണ്. അതിന്റെ പോരായ്മകൾ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിൽ നേട്ടം പറയുമ്പോഴും കണ്ണൂരിൽ സംഘടനാ സംവിധാനം ശക്തമാണ്. ഞാൻ വലിയ നേട്ടമൊന്നും സ്ഥാനാർത്ഥി ജയിക്കുന്നു കോൺഗ്രസിന്റെ ഒരു സ്ഥലത്ത് ചെറിയ വോട്ടുകൾക്ക് മാത്രം ജയിക്കുന്നു. വിമത സ്ഥാനാർത്ഥിയൊക്കെ അഖിലേന്ത്യാ രാഷ്ട്രീയ രംഗത്ത് എത്ര പാർട്ടികൾ വിമതന്മാർ ജയിക്കുന്നുണ്ട്? അതിലെന്തിരിക്കുന്നു? വിമത സ്ഥാനാർത്ഥി ജയിക്കും. ജനങ്ങളെ പിന്തുണയുള്ള വിമത സ്ഥാനാർത്ഥി ജയിക്കും. കോൺഗ്രസിനകത്തൊരു വിമത ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് ആണ് അദ്ദേഹം പറയുന്നത്. ജനപിന്തുണയുള്ളവരെ മത്സരിപ്പിക്കാൻ കഴിയാത്തത് അല്ല, അതൊന്നുമല്ല. അതിന് പല കാരണങ്ങളില്ല. ഒരു സ്ഥാനാർത്ഥി നിർണയം വെറും ജനപിന്തുണയല്ല. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നേതൃത്വം ഇന്നലെ നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു കൗൺസിലിനകത്തൊരു നേതൃത്വം വേണം. കപ്പൽ ഇറക്കുമ്പോൾ കപ്പലിന് കപ്പിത്താൻ വേണ്ടേ? കപ്പൽ സ്വന്തം ഒറ്റയ്ക്ക് കടലിറക്കിയ കപ്പല് പോകുമോ? അതിന് കപ്പിത്താൻ വേണം. അപ്പോൾ സ്വാഭാവികമായും കപ്പിത്താൻ ഇതുവരെ വന്നില്ലെങ്കിൽ കപ്പിത്താനെ നമ്മൾ പുതുതായി ഇറക്കും. അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് സാധാരണയല്ലേ? അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. ഇപ്പം സുരേഷ് ബാബു ജയിച്ചു, 2 വോട്ടാണ് 2 വോട്ട്. അദ്ദേഹം ജയിച്ചല്ലോ. അദ്ദേഹം പുറത്തു വന്ന സ്ഥാനാർത്ഥിയല്ലേ, നേതാവല്ലേ, നേതൃത്വമല്ലേ? അയാൾ കൗൺസിൽ മത്സരിക്കേണ്ട ഒരാളോ ചോദിച്ചാൽ അല്ല. പക്ഷേ കൗൺസിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. ആ ആവശ്യം കൊണ്ടാണ് അദ്ദേഹത്തെ മത്സരിപ്പിച്ചത്. പള്ളിക്കുന്നിലെ തോൽവി സീരിയസ് ആയി എടുക്കുന്നുണ്ടോ പാർട്ടി? അതായത് BJP ഒരു വാർഡിൽ ജയിച്ചല്ലോ കോർപ്പറേഷനിൽ, അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്? ഞാൻ ഇന്നത്തെ സാധാരണഗതിയിൽ BJPയുടെ കേരളത്തിലെ രാഷ്ട്രീയ വളർച്ച, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അവർക്കുള്ള പ്രാതിനിധ്യം, അത് കമ്പയർ ചെയ്താൽ കണ്ണൂർ ജില്ലയിൽ വളരെ പരിമിതമാണ്. വളരെ പരിമിതമാണ്. ഒരു വലിയ അളവോളം RSSലെ BJPയെ റെസിസ്റ്റ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ ഇവിടെ കണ്ണൂരിൽ UDFന് സാധിച്ചു എന്നതാണ് സത്യം. നിങ്ങൾ മറ്റു ജില്ലകളുമായി നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അത് അതിന്റെ സ്വാധീനമാണ് കണ്ടത്. അതിന്റെ സഹോദരന് കിട്ടിയ വോട്ടത്തിലേന്നറിയാം. അബ്ദുള്ളക്കുട്ടിന്റെ സഹോദരന് കിട്ടിയ വോട്ടിനെ കുറിച്ച് ഇതിനറിയാം. 20 വോട്ട്. ഇപ്പൊ പിന്നെ കണ്ടില്ലേ നേതാവിന്റെ എല്ലാ വിധത്തിലും വോട്ടർമാരെ കൈക്കലാക്കിയെന്ന് മനസ്സിലാക്കല്ലേ? ഒരു സീറ്റാണ് പോയത് UDFന്റെ. DCC പ്രസിഡന്റിന്റെ വാർഡ് ഡിവിഷൻ കൂടിയാണത് പള്ളിക്കുന്ന്. DC പ്രസിഡന്റ് അവിടുത്തെ കറന്റ് പൊളിറ്റിക്സിലൊന്നുള്ള ആളല്ല. ഇതിന്റെ ഒരു എൻഡിലാണ്, ടൗണിലാണ്. അങ്ങയുടെ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് പറയുന്നത് ആലിങ്കൽ വോട്ടൊന്നും പറഞ്ഞിട്ടില്ല. ചെറിയ 500 മേലെ വോട്ടിടില്ലേ? 500 മേലെ വോട്ടിടായിരുന്നില്ലേ? എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം ലീഡ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കുറെ ആളുകൾ അസുഖമായിട്ട് പോയിട്ടില്ല. കുട്ടികളുടെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് പുറത്തായിരുന്നു. മംഗലാപുരത്തും ബാംഗ്ലൂരിലും ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരൊന്നും വരാൻ പറ്റില്ല. വന്നാൽ ഇവിടെ ക്വാറന്റൈൻ കിടക്കണം. അതുകൊണ്ട് വരാത്തവർ ഒരുപാടുണ്ട്. ഗൾഫിൽ നിന്ന് നമുക്ക് എല്ലാ കാലവും വോട്ടിന് വരാറുണ്ട് ഒരു വലിയ ശതമാനം ആളുകൾ. എൻ്റെ കോൺസ്റ്റിറ്റ്യുൻസി, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഗൾഫുകാർ ഒരുപാടുണ്ട്. അവരൊക്കെ ഇലക്ഷന് നാട്ടിൽ വരുന്നവരാ. അവർ വരുമ്പോൾ ഡബിളാണ് നമുക്ക് നേട്ടം. ഒന്ന് വീട്ടിലെ എല്ലാ ആളെയും കൊണ്ടുപോകും വോട്ട് ചെയ്യാൻ. അപ്പോൾ അവരൊക്കെ ഈ കോവിഡിൻ്റെ ക്വാറന്റൈൻ കിടക്കേണ്ടത് കൊണ്ട് അവരാരും വന്നില്ല. ഡൽഹിയിൽ നിന്ന് അങ്ങനെ പുറത്തുള്ള ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെയുള്ള ഒരുപാട് വോട്ടർമാരുണ്ട്. അവർക്കൊന്നും നാട്ടിലെത്താൻ പറ്റാത്തത് കൊണ്ടുള്ള വോട്ടിൻ്റെ കുറവല്ലാതെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇരട്ടി മുനിസിപ്പാലിറ്റിയിൽ ആർക്കും ഇരട്ടി അവിടെ ഭൂരിപക്ഷമില്ല. അപ്പോൾ SDPക്കും BJPക്കും ഒക്കെ സീറ്റുകളുണ്ട്. എന്തായിരിക്കും അവിടെയുള്ള ഒരു UDFന്റെ നിലപാട്? ഇപ്പൊ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു പരിഹാര മാർഗം എന്നുള്ളത് അവിടുത്തെ പാർട്ടിക്കാരുടെ പ്രൊപ്പോസൽ വരട്ടെ, വന്നിട്ട് നമുക്ക് ആലോചിക്കാം. മലയോര മേഖലയിലെ തോൽവി പരിശോധിക്കുമോ UDFന്റെ 5 മലയോര പ്രദേശത്ത് തോൽവി ഉണ്ട്, അത് പരിശോധിക്കും. പക്ഷേ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ഗൗരവമൊന്നും മലയോര പ്രദേശത്ത് തോൽവിക്കില്ല. ചില സ്ഥലങ്ങളിൽ നമുക്ക് സീറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് ജില്ലാ കമ്മിറ്റി അന്വേഷിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുന്ന ഒരു ആശങ്ക ബാധിക്കാതിരിക്കാൻ നടപടി എന്താണ് ഞങ്ങൾ എടുക്കും. പ്രചരണത്തിന് താഴെ തട്ടിലേക്ക് നേതാക്കൾ ഇറങ്ങിയില്ല, അങ്ങ് ഇറങ്ങിക്കാണ്. പക്ഷെ പൊതുവെ കോൺഗ്രസ് നേതാക്കളെ ഞാൻ ആദ്യം പറഞ്ഞതിൽ അതെല്ലാം വന്നു. ഏത് നിങ്ങളെ പ്രവർത്തകരോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരുടെ വിശ്വാസം ആർജിക്കുന്ന നേതൃത്വത്തിനെ അണികളെ കൊണ്ടുപോകാനും അണികളെ വളർത്താനും സാധിക്കുമെന്ന് ഞാൻ ആദ്യം അടിവരയിട്ട് പറഞ്ഞു. അതൊക്കെ അതിന്റെ അഭാവവും അതിന്റെ കുറവുമാണ്. നേതാവാണെങ്കിൽ നേതാവ് അണികളുടെ വികാരത്തിനനുസൃതമായി ഉയരണം. അണികളിൽ നേതാവിന് സ്വാധീനം വേണം. അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്ന പ്രവർത്തകരുണ്ടാകണം. പ്രവർത്തകന്മാരനുസരിക്കാത്ത നേതാക്കന്മാരുണ്ടായിരിക്കുന്ന കാര്യം അതിന്റെ പുറത്ത് രാജ്യശക്തി വേണം. അത് നമ്മളെ നേതാക്കന്മാർക്ക് പലർക്കും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചിലത് ആവർത്തിച്ച് പറഞ്ഞല്ലോ.
വലിയ നൂറ്റിച്ചിലാണ് നേതാക്കന്മാർ വന്നിട്ടുണ്ട്. ഒരു നിയോജക മണ്ഡലത്തിന് ഒരു നേതാവിനെ കൊടുക്കാൻ KPCC ഭാരവാഹികളുണ്ട്. എന്ത് കാര്യം? സ്വന്തം പ്രദേശത്ത് പോലും അറിയാത്ത KPCC നേതാക്കന്മാരുണ്ട്. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായി. ഇടക്കാട് അറിയാത്തൊരു KPCC ഭാരവാഹി ഇടക്കാടുണ്ടെന്ന് പറഞ്ഞാൽ ആ നേതാവിനോട് എന്താ ചെയ്യാൻ പറ്റുക? കെ സുധാകരനാണ് KPCC അധ്യക്ഷനായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഈ പ്രകടനമായിരിക്കും. ഞാൻ എന്റെ പ്രവർത്തന ശൈലിക്കനുസരിച്ച് ഇതിൽ മാറ്റേണ്ട. ഈ ആജ്ഞാശേഷിയുള്ള നേതാവ് എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു ആജ്ഞാശേഷിയുള്ള നേതാവും അല്ലെങ്കിൽ അണികളെ അടക്കി നിർത്താൻ ശേഷിയുള്ള നേതാവ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടത് പിണറായി വിജയൻ. പക്ഷേ പിണറായി വിജയന്റെ കാര്യം പറയുമ്പോഴും നിങ്ങൾ പറയും അദ്ദേഹം ഫാസിസ്റ്റാണ്, അദ്ദേഹം മുൻകൊടുക്കാൻ മോഡിയാണെന്ന് പറഞ്ഞു. അധികമായാൽ അബദ്ധം വിഷം എന്ന് പറയാറില്ല. ഉണ്ടോ? അതൊരു പഴമൊഴിയാണ്. പിണറായി എല്ലാ അതിർവരമ്പും ലംഘിച്ച അണികളെ നിയന്ത്രിക്കുന്ന ശരിക്കൊരു ഫാസിസ്റ്റ്. ഞാൻ എൻ്റെ ചോദ്യം ഒറ്റ നിങ്ങൾ പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഒരു സംശയം ചോദിക്കാൻ CPM-ന് പാർട്ടി പ്രവർത്തനം ചെയ്യാം. ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഉമ്മൻചാണ്ടി വരും, പിണറായി വിജയൻ വരും. ഉമ്മൻചാണ്ടിയെ റോട്ടുകളിലൂടെ നടന്നു പോകുന്നതിന് കൊന്ന് കണ്ട് സംസാരിക്കാൻ വരും. അതിന് നടപടി ഉണ്ടാവും, പരിഹാരം ഉണ്ടാവും, സ്നേഹത്തോടെ പെരുമാറും. പിണറായി വിജയനെ കാണാൻ നടന്നു പോകുന്നതും വേണ്ട, പാർട്ടിയുടെ ലോക്കൽ ഭാരവാഹിക്ക് പിണറായി വിജയനെ നേരിട്ട് കാണാൻ പോകും. അവരെ പാർട്ടിയുടെ സിസ്റ്റം തന്നെ അതാണ്. നിങ്ങൾ ലോക്കൽ സെക്രട്ടറിക്ക് മേലെ വന്ന് മന്ത്രിക്ക് മന്ത്രിക്കൊന്നും പരാതി കൊടുക്കാനൊന്നും പറ്റില്ല. അത് ത്രൂ പ്രോപ്പർ ചാനലാണ്. അത് DC റൂട്ട് പോകണം. LC-ന്ന് വന്ന് AC-യിൽ വന്ന്, AC-ന്ന് DC-യിൽ വന്ന്, DC-ന്ന് വേണം CC-യിലേക്ക് പോകാൻ. നമുക്ക് പെട്ടിയും പട്ടവും എടുത്ത് തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വരുമ്പോൾ അടുത്ത ദിവസം നാട്ടിൽ കയറി മുഖ്യമന്ത്രിനെ വട്ടത്തിലിട്ട് വളച്ചാളെ വെച്ച് പറയേണ്ടതെല്ലാം പറഞ്ഞു, ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ആൾ പോകുന്നില്ലേ? അത് ജനകീയ നേതാവിന്റെ ലക്ഷണം, ജനകീയ നേതാവിന്റെ വിജയമാണ്. മറ്റേത് ഫാസിസ്റ്റ് നേതാവിന്റെ ശൈലിയാണ്. അത് രണ്ടും രണ്ടാണ്, ഒരു ബന്ധവുമില്ലാത്ത രണ്ട് ശൈലിയാണ്. ജനകീയത വോട്ടാകുന്നില്ലല്ലോ, അതാണല്ലോ പ്രശ്നം. ഈ ജനകീയത വോട്ടാകുന്നില്ല. ഉമ്മൻചാണ്ടി ഇറങ്ങിയാലും ഘടകകക്ഷികളുടെ ഒരു പ്രവർത്തനത്തെ എങ്ങനെയാണ്, പ്രകടനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കോൺഗ്രസിൽ ഇതുണ്ടായി, ഘടകകക്ഷി നമുക്ക് എത്ര ഇമ്പോർട്ടന്റ് ആയി. ഇവിടെ മലബാറിലെ മുസ്ലിം ലീഗാണല്ലോ. മുസ്ലിം ലീഗ് നന്നായി ആത്മാർത്ഥമായി ഈ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു. ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളിൽ തീരുമാനം എടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. യാഥാർത്ഥ്യം ഒരുപാട് മാറ്റുന്നുണ്ട്. തീരുമാനം എടുക്കാൻ അവർക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു തീർപ്പോ ഒരു പ്രശ്നങ്ങൾ തീർക്കാൻ അവരെല്ലാം ഇടപെട്ട വിഷയത്തിൽ മജീദ് സാഹിബ് അടക്കം ഇടപെട്ടു, സാധിച്ചില്ല. അങ്ങനെ ചില പ്രശ്നങ്ങളല്ലാതെ ലീഗിന്റെ ആത്മാർത്ഥതയും ലീഗിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് 1% നമുക്ക് കോർപ്പറേഷനിലെ മേയർ സ്ഥാനം സംബന്ധിച്ച് ലീഗുമായിട്ട് എന്തെങ്കിലും നിശ്ചയമായി അവരായിട്ട് നമ്മൾ സംസാരിക്കും. അവരുടെ അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാ കാലം കൊടുക്കാറുണ്ട്. നമ്മൾ ആരെയൊന്നും അതൊക്കെ നമ്മള് ഒരു സിസ്റ്റം ഉണ്ടല്ലോ. എല്ലാ കാലത്തും നമുക്കൊരു പ്രസിഡൻസ് ഇവിടെ ഉണ്ടല്ലോ. ഈ വളപട്ടത്തെ മത്സരം, ഈ സൗഹൃദ മത്സരം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ എന്താണ്? കച്ചറ കുഴപ്പമില്ലാതെ മത്സരിക്കും. തമ്മിൽ ആവേശത്തിന്റെ പുറത്ത് കയ്യാങ്കളിയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാണുമ്പോൾ ചിരിച്ച് നമ്മളെ വോട്ടും അവരെ വോട്ടും വാങ്ങി ജയിക്കുന്നതും തോക്കുന്നതുമാണ് സൗഹൃദം. ഡെഫിനിഷൻ പറ്റി കൈവച്ചു. അല്ല, കഴിഞ്ഞ പ്രാവശ്യം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇലക്ഷന് മുമ്പ് പറഞ്ഞിരുന്നു, ഈ അനുകൂലമായ സാഹചര്യം ഉണ്ടായെങ്കിൽ ഈ സമയത്ത് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് ജയിക്കാൻ കഴിയില്ല. എന്താ പിന്നീട് ഒരിക്കലും ഇതേപോലെ പോയാൽ തിരിക്കാൻ കഴിയില്ല എന്നാണ്. അതൊരു പോലെയുണ്ട്, ഇതേപോലെ അതായത് മാറ്റിയാലോ, ഇതേപോലെ പോകാതെ അതിനകത്ത് ചുവട് മാറ്റിയാലോ, പ്രവർത്തന ശൈലിക്ക് മാറ്റം വന്നാലോ, നേതൃസ്ഥാനത്ത് മാറ്റം വന്നാലോ, ചിന്തകളിൽ മാറ്റം വന്നാലോ എന്തായാലും ജയിക്കൂലേ? ഇതുപോലെ പോയാൽ ജയിക്കൂല. ശരി, ഇപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പൊ പോയതുപോലെയാ പോകുന്നതെങ്കിൽ നമ്മൾ നേതൃമാറ്റമല്ല, നേതൃത്വ രംഗത്ത് ഗുണപരമായ മാറ്റം, ഇതാണ് എന്റെ കാര്യം. അല്ലാണ്ട് നേതാവ് മാറുമെന്നുള്ളതല്ല. അവിടെ പ്രവർത്തന രംഗത്ത് ഗുണപരമായ മാറ്റം ഇല്ല എങ്കിൽ UDF വരുന്ന അസംബ്ലിയിൽ രക്ഷപ്പെടില്ല, ഉറപ്പ്. അത് മാത്രമല്ല, നമുക്കൊരു മറ്റൊരു ദൗർബല്യം എന്ന് പറയുന്നത് അഖിലേന്ത്യാ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിനെ ഏൽക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളും നമ്മൾ മെന്റലി ബാധിക്കുന്നില്ലേ? അത് സ്വാഭാവികല്ലേ? അഖിലേന്ത്യാ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന്റെ പഴയ കാലത്തെ പൊസിഷനും ഇന്നത്തെ പൊസിഷനും കമ്പയർ ചെയ്യുമ്പോൾ പ്രവർത്തകരുടെ മനസ്സിനകത്ത് ഇത്തിരി നിർവീര്യതയും ഇത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും.
അതൊക്കെ നമ്മളെ ബാഡലി എഫക്ട് അവർ ആക്ടിവിറ്റി. ഈ സ്ഥാനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഒരുപാട് ദേശീയ നേതൃത്വത്തെ അറിയിക്കണ്ടേ? അതായത് അതിന് മുമ്പിൽ അങ്ങനെ എടുക്കും ദേശീയ നേതൃത്വമായി അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഡൽഹി പോകുന്നു, നേതാക്കന്മാരെ കാണുന്നു, എപ്പോൾ പോലും അടുത്ത ആഴ്ച ഈ സ്ഥാനങ്ങൾ നൽകാൻ വേണ്ടി ഒരുപാട് ജനറൽ സെക്രട്ടറിമാർ, വർക്കിംഗ് പ്രസിഡന്റ്, മുമ്പില്ലാത്തതാണ് ഇപ്പോഴാണ് വർക്കിംഗ് പ്രസിഡന്റ്, ഇങ്ങനെ ഒരുപാട് ഭാരവാഹിത്വം നൽകുന്നത് എങ്ങനെയാണ്? അടാ ഇതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഞാൻ ഇത് പറഞ്ഞൊന്നും കേട്ടില്ലേ? അങ്ങനെയല്ല, അത് വ്യക്തതയ്ക്ക് വേണ്ടിയാ പറയുന്നത്. KPCC അധ്യക്ഷൻ മാത്രം മതിയോ വർക്കിംഗ് പ്രസിഡന്റ്? പോരാ, ബാക്കി എല്ലാവരും വേണം. അവരാരാവണം? അവരീ പറഞ്ഞതുപോലെ പ്രവർത്തനത്തിന്റെ താഴെ തട്ട് വരെ പ്രവർത്തകരോടൊപ്പം നിന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നവർ, പ്രവർത്തനത്തെ കുറിച്ച് അറിയുന്നവർ, ജനങ്ങളിൽ വിശ്വാസമുള്ളവർ, പ്രവർത്തകരിൽ ആജ്ഞാശക്തിയുള്ളവർ, അങ്ങനെയുള്ളൊരു നേതൃത്വം വന്നെങ്കിൽ മാത്രമേ ഇത് മേലെ നിന്ന് താഴെ വരെ ചലിക്കൂ. ഇല്ല, ചലിക്കില്ല. ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കണമെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാനിതാ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പുനഃസംഘടന വരുത്താൻ കഴിയുമോ? അതൊരു 100% ഒരുക്കമാണ്. 101%, 100%, 101%. രാജ്ഭവൻ എന്റെ അഖിലേന്ത്യാ ലീഡർഷിപ്പുകളിലെ ചർച്ചയിൽ അതൊക്കെ ഉണ്ടാവും, രാജിവെക്കാൻ സന്നദ്ധത? ഉറപ്പായിട്ടും. KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം അങ്ങ് രാജിവെക്കും? രാജിവെക്കുന്നല്ല, രാജിവെക്കുന്നില്ല. പറഞ്ഞിട്ട് അമ്മീന്റെ പേരിൽ കുട്ട താഴെയാവും. അമ്മി പുറത്ത് തന്നെ കുട്ടിയുണ്ടാവും, അത് ഉരുട്ടി താഴെയിട്ടേക്ക്. ഞാൻ ആ വിഷയങ്ങളടക്കം എന്റെ ലീഡർഷിപ്പോട് സംസാരിക്കും. ഇതേപോലെ പോകുന്നുവെങ്കിൽ ഞങ്ങൾക്കാർക്കും വർക്കിംഗ് പ്രസിഡന്റായി ഇരിക്കാൻ താല്പര്യമില്ല എന്ന് നേതൃത്വത്തോട് തന്നെ തോന്നുന്നു. നമുക്ക് മതിയാക്കാം. ചോദിച്ചൊന്നും കിട്ടിയില്ല, ഉദ്ദേശിച്ചൊന്നും ഒന്നും കിട്ടിയില്ല.